ഞാൻ 9 മണി തൊട്ട് 5 മണി വരെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് വർക്കിംഗ് ഫ്രം 9 AM to 5 PM. ഇത് ഏത് ടെൻസാണ്? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസാണ്. ഹായ് ഗായ്സ്, മൈ നെയിം ഇസ് നീതു ഫ്രാൻസിസ് ഫ്രം ഇംഗ്ലീഷ് പഠിക്കാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. സോ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പഠിച്ചു സിമ്പിൾ പാസ്റ്റിൽ. ഞാനത് ഇവിടെ കാണിക്കാം. സിമ്പിൾ പാസ്റ്റ് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പഠിച്ചത്? സംതിങ് ദാറ്റ് ഹാപ്പൻഡ് അറ്റ് എ സ്പെസിഫിക് പോയിന്റ് ഇൻ ടൈം ഇൻ ദ പാസ്റ്റ്. വേറസ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താ? സംതിങ് ദാറ്റ് കണ്ടിന്യൂഡ് ഡ്യൂറിങ് എ പീരിയഡ് ഇൻ ദ പാസ്റ്റ്. ഞാൻ നിങ്ങൾക്കൊരു ക്ലിയർ ആയിട്ട് എക്സാമ്പിൾ ഇവിടെ പറഞ്ഞു തരാം. അതായത് 9 മണി, 5 PM, 8 PM. 8 PM ആണ് ഇപ്പോഴത്തെ സമയം. സോ പാസ്റ്റ് ടെൻസിൽ പറയുമ്പം ഐ സ്റ്റാർട്ടഡ് വർക്ക് അറ്റ് 9 AM. ഐ ഫിനിഷ്ഡ് വർക്ക് അറ്റ് 5 PM. അതാണ് പാസ്റ്റ് ടെൻസിൽ പറയുമ്പം. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയുമ്പം ഐ വാസ് വർക്കിംഗ് ഫ്രം 9 AM to 5 PM. മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പം നമുക്കിനി ഇതിൻ്റെ റൂള് നോക്കിയാലോ, പിന്നെ കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ. ഇതിൻ്റെ റൂൾ എന്താണെന്ന് വെച്ചാൽ സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വെർബ് ING. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാം. അവൾ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ലൈറ്റ് പോയപ്പം. ഷി വാസ് റീഡിങ് എ ബുക്ക് വെൻ ദ ലൈറ്റ്സ് വെൻറ്റ് ഔട്ട്. അപ്പോൾ അവിടെ ഒരു ഓൺ ഗോയിങ് ആക്ഷൻ കണ്ടോ? അടുത്ത എക്സാമ്പിളാണ് ഭക്ഷണം കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു 7 മണിയായപ്പം. ഷി വാസ് കുക്കിംഗ് അറ്റ് 7 PM. വേറൊരു എക്സാമ്പിൾ പറയാം. ലാസ്റ്റ് നൈറ്റ് പ്രോജക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഷി വാസ് വർക്കിംഗ് ഓൺ എ പ്രോജക്റ്റ് ലാസ്റ്റ് നൈറ്റ്. ഐ വാസ് വർക്കിംഗ് ഓൺ മൈ പ്രോജക്റ്റ് ലാസ്റ്റ് നൈറ്റ്. ഞാൻ കഴിഞ്ഞ രാത്രിയിൽ എൻ്റെ പ്രോജക്റ്റിനെ കുറിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നലെ വൈകുന്നേരം. ദേ വർ പ്ലേയിങ് ഫുട്ബോൾ യെസ്റ്റർഡേ ഈവനിങ്. വി വർ ഡാൻസിങ് ഓൾ നൈറ്റ്. ഇനി നമുക്ക് ഇവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എവിടെയൊക്കെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യത്തെ എംഫസിസ് ഓൺ ദ ഡ്യൂറേഷൻ. ഓൾ ഡേ നോക്കാം. വി വർ സ്റ്റഡിങ് ഓൾ ഡേ ഫോർ ദ ഫൈനൽ എക്സാം. ഓൾ ഡേ വന്ന് കണ്ട. ഷി വാസ് ക്രൈയിങ് ഫോർ അവേഴ്സ് ആഫ്റ്റർ ദ മൂവി. പിന്നെ നമ്മൾ എൻറ്റയർ വീക്ക് ആണെങ്കിൽ എങ്ങനെ പറയും? ദേ വർ വർക്കിംഗ് ഓൺ ദ പ്രോജക്റ്റ് ദ എൻറ്റയർ വീക്ക്. ഒരാഴ്ച മുഴുവൻ ആ പ്രോജക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാലത്തോട്ട് രാത്രി വരെ പിയാനോ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് നമ്മൾ എങ്ങനെ പാസ്റ്റ് കണ്ടിന്യൂസിൽ പറയും? ഹി വാസ് പ്രാക്ടീസിങ് ദ പിയാനോ ഫ്രം മോർണിംഗ് ടിൽ നൈറ്റ്. ഞാൻ 1 മണിക്കൂറായിട്ട് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദ ബസ് ഫോർ ആൻ അവർ. രാത്രി മുഴുവൻ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് നമ്മൾ എങ്ങനെ പറയും? ഇറ്റ് വാസ് റെയിനിങ് നോൺ സ്റ്റോപ്പ് ത്രൂ ഔട്ട് ദ നൈറ്റ്. അപ്പോൾ അവിടെ നമ്മൾ ത്രൂ ഔട്ട് ദ നൈറ്റ് അവിടെ പറയുന്നുണ്ട്. ദ കിഡ്സ് വെയർ പ്ലേയിങ് ഔട്ട്സൈഡ് ഫ്രം ആഫ്റ്റർനൂൺ അൺടിൽ സൺസെറ്റ്. അടുത്ത യൂസാണ് ഓൺ ഗോയിങ് ആക്ഷൻ ഇൻ ദ പാസ്റ്റ്. അതായത് ക്രിക്കറ്റ് 3 മണിക്ക് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദേ വെർ പ്ലേയിങ് ക്രിക്കറ്റ് അറ്റ് 3 PM. അടുത്ത യൂസാണ് ഇൻട്രപ്റ്റഡ് ആക്ഷൻ. ഇതിൽ റൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വെർബ് ING പ്ലസ് വെൻ കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് പ്ലസ് V2. അതായത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഐ വാസ് വാച്ചിങ് TV വെൻ ദ ഗസ്റ്റ് അറൈവ്ഡ്. അതായത് ഗസ്റ്റ് വന്നപ്പം ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്തതാണ് പ്ലാൻഡ് ആക്ഷൻ. സോ പ്ലാൻഡ് ആക്ഷനിൽ വെച്ച് എങ്ങനെയാണ് നമ്മൾ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഐ വാസ് പ്ലാനിങ് ടു കോൾ യു ബട്ട് ഐ ഗോട്ട് ബിസി വിത്ത് വർക്ക്. അതായത് ഞാൻ നിന്നെ വിളിക്കാനിരിക്കുമായിരുന്നു, പക്ഷെ ഞാൻ ജോലി തിരക്കായിട്ട് ബിസി ആയിപ്പോയി. അടുത്തതാണ് ഒരു പൊളൈറ്റ് റിക്വസ്റ്റ്. സോ അതെങ്ങനെ നോക്കാം? അതെങ്ങനെ വരും? നമുക്കൊന്ന് നോക്കിയാലോ. ഐ വാസ് ജസ്റ്റ് ചെക്കിങ് ഇഫ് എവറിത്തിങ് വാസ് ഓക്കെ. അടുത്ത യൂസാണ് പാരലൽ ആക്ഷൻസ്. പാരലൽ ആക്ഷൻസ് എന്ന് വെച്ചാൽ എന്താ? 2 or more ആക്ഷൻസ് ഹാപ്പനിങ് അറ്റ് ദ സെയിം ടൈം ഇൻ ദ പാസ്റ്റ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതായത് മൈ മോം വാസ് ക്ലീനിങ് ദ ഹൗസ് വൈൽ മൈ ഡാഡ് വാസ് വാഷിംഗ് ദ കാർ. അടുത്തതാണ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ. സോ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു കഥയൊക്കെ നറേറ്റ് ചെയ്യണ മാതിരി. ദ സൺ വാസ് ഷൈനിങ്, ദ ബേർഡ്സ് വെയർ സിംഗിങ് ആൻഡ് ദ വിൻഡ് വാസ് ബ്ലോയിങ് സോഫ്റ്റ്ലി. ഇംഗ്ലീഷിൽ നമുക്ക് 2 വേർബ്സ് ഉണ്ട്. ഒന്ന് ആക്ഷൻ വേർബും ഒന്ന് സ്റ്റേറ്റീവ് വേർബും. ആക്ഷൻ വേർബ് എന്ന് പറയുമ്പം വർക്ക്,
കുക്ക്, റണ്ണ്, ഇതൊക്കെയാണ് ആക്ഷൻ വേർബ് എന്ന് പറയുമ്പോൾ. സ്റ്റേറ്റീവ് വേർബ് നമ്മൾ കണ്ടിന്യൂസ് ടെൻസിൽ യൂസ് ചെയ്യത്തില്ല. ലൈക്ക് പൊസഷൻ, ബീയിങ്, ലവ്, ഹേറ്റ്, പിന്നെ സെൻസസ്, സ്മെൽ, ടേസ്റ്റ്. അപ്പോൾ ഇതിനൊന്നും സ്റ്റേറ്റീവ് വേർബ്സ് യൂസ് ചെയ്യില്ല. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യില്ല. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഷീ വാസ് ഹാവിങ് എ കാർ എന്ന് പറയത്തില്ല, ഷീ ഹാഡ് എ കാർ എന്നാണ് പറയത്തുള്ളൂ. സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇത്ര മാത്രം നിങ്ങൾ ഓർത്താൽ മതി. പാസ്റ്റിൽ നടന്നുകൊണ്ടിരുന്ന കാര്യം, അവൾ കുളിക്കുകയായിരുന്നു, അവൻ കളിക്കുകയായിരുന്നു, അങ്ങനെ ഓർത്താൽ മതി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഇതിൻ്റെ നെഗറ്റീവ് പറയുമ്പോൾ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ആഡ് ചെയ്താൽ മതി. NOT, സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് നോട്ട് പ്ലസ് വെർബ് ING. അതായത് ഐ വാസ് നോട്ട് വർക്കിംഗ് യെസ്റ്റർഡേ, അത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ പറയുമ്പോഴോ വാസ് ഓർ വെയർ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് ING. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞുതരാം. അതായത് വേർ ദേ പ്ലേയിങ് യെസ്റ്റർഡേ, വേർ വി ടോക്കിംഗ് ടു ലൗഡ്ലി, വാസ് ഇറ്റ് റെയിനിങ് യെസ്റ്റർഡേ. ഇനി ഇതിൻ്റെ WH ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സോ WH ക്വസ്റ്റ്യനിൽ ഇതിൻ്റെ റൂൾ എന്താണെന്ന് വെച്ചാൽ WH ക്വസ്റ്റ്യൻ പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് ING. ഇതാണ് ഇതിൻ്റെ റൂള്. സോ ഇത് നമുക്ക് ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞുതരാം. വേർ വാസ് ഹീ ഗോയിങ്, അവൻ എവിടെ പോകുകയായിരുന്നു. അടുത്തത്, നീ എന്ത് ചെയ്യുകയായിരുന്നു ഇന്നലെ 8 മണിക്ക്. വാട്ട് വെർ യു ഡൂയിങ് അറ്റ് 8 PM ലാസ്റ്റ് നൈറ്റ്. വൈ വേർ ദേ ഷൗട്ടിങ് യെസ്റ്റർഡേ, അവരെന്തിനാണ് ഒച്ചയിട്ടുകൊണ്ടിരുന്നത് ഇന്നലെ. ഹൂസ് കാർ ഷി വാസ് ഡ്രൈവിംഗ് ലാസ്റ്റ് നൈറ്റ്. സോ അടുത്തതാണ് പാസീവ് വോയിസ്. പാസീവ് വോയിസിൽ റൂൾ എന്താണെന്ന് വെച്ചാൽ സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ബീയിങ് പ്ലസ് V3. ഇതാണ് ഇതിൻ്റെ റൂള്. സോ ഇതിൻ്റെ ആക്റ്റീവ് വോയിസ് ഞാൻ പറഞ്ഞുതരാം, നിങ്ങളത് പാസീവ് വോയിസിലേക്ക് ആക്കണം. നമുക്ക് നോക്കിയാലോ. സോ പാസീവ് വോയിസ് യൂഷ്വലി ഞാൻ എപ്പോഴും പറയണ മാതിരി നമ്മളൊരു കാഷ്വൽ കോൺവെർസേഷനിൽ യൂസ് ചെയ്യത്തില്ല. ഫോർമൽ കോൺവെർസേഷനൊക്കെയാണ് കൂടുതൽ നമ്മൾ പാസീവ് വോയിസ് യൂസ് ചെയ്യുള്ളൂ, ഫോർമൽ റൈറ്റിംഗ്, ലെറ്റർ റൈറ്റിങ്ങിനൊക്കെ. അപ്പോൾ ഞാൻ ആക്റ്റീവ് വോയിസ് പറഞ്ഞുതരാം. ഓക്കെ, സോ ഇതാണ് ആക്റ്റീവ് വോയിസ്. ദേ വേ പെയിൻറ്റിങ് ദ ഹൗസ്. അപ്പോൾ ഇതിൽ ഒബ്ജക്റ്റ് ഏതാവും നമ്മൾ ആദ്യം വരണ്ടേ? ഓക്കെ, അതിങ്ങനെ വരണം. ദ ഹൗസ് വാസ് ബീയിങ് പെയിൻറ്റഡ് ബൈ ദെം. അതാണ് പാസീവ് വോയിസിൽ വരിക. ഒരെണ്ണം കൂടി നോക്കിയാലോ. ആക്റ്റീവ് വോയിസിൽ പറയുമ്പം ഹി വാസ് വാച്ചിങ് എ മൂവി. അപ്പോൾ പാസീവ് വോയിസിൽ ഇങ്ങനെയാണ് വരിക, എ മൂവി വാസ് ബീയിങ് വാച്ച്ഡ് ബൈ ഹിം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റ് ബോക്സിൽ എന്താണ് അടുത്ത വീഡിയോ കൂടി വേണ്ടതെന്ന് കൂടി മെൻഷൻ ചെയ്യണം.